മക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ടൂൾസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ടൂൾസിൻ്റെ ഏകദേശം തിയറി ക്ലാസ്സുകളൊക്കെ നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് അതിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ കൊടുത്തിട്ടുള്ള പ്രീവിയസ് ഇയർ ആയിട്ട് PSCയിൽ ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഏകദേശം 16ഓളം ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഫസ്റ്റ് വീഡിയോ എന്ന നിലയിൽ മാർക്കിംഗ് ടൂൾസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ളൂ. മനസ്സിലാക്കി വെക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് മാർക്കിംഗ് ടൂൾസാണ്. അപ്പോൾ നമ്മൾ മാർക്കിംഗ് ടൂൾസിൻ്റെ ഭാഗത്ത് പഠിച്ചിട്ടുള്ള എൻ്റെ തിയറി പോർഷൻസൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഇതാണ്: ഫ്രം ദ ഫോളോയിങ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഇന്നർ ആൻഡ് ഔട്ടർ സർഫസ് ഓഫ് ദ ജോബ് അറ്റ് 90 ഡിഗ്രി. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 90 ഡിഗ്രിയിൽ വരുന്ന സർഫസിൽ വരുന്ന 90 ഡിഗ്രിയിൽ ഔട്ടർ സർക്കിളും ഇന്നർ സർക്കിളും അളക്കാൻ മെഷർ ചെയ്യാൻ പറ്റുന്ന ടൂൾ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്ന ചോദ്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ട്രൈ സ്ക്വയർ ആണ്. മാറിപ്പോയത്, ബാക്കിയുള്ളവരൊക്കെ യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? ട്രൈ സ്ക്വയർ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. എഴുതി വെച്ചോ. റെഡി? ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ബ്ലേഡ് ഓഫ് എ ട്രൈ സ്ക്വയർ ഈസ് മേഡ് അപ്പ് ഓഫ്. നമുക്കറിയാം, ട്രൈ സ്ക്വയറിൻ്റെ ബ്ലേഡ് മേഡ് അപ്പ് ഓഫ് ഹൈ കാർബൺ സ്റ്റീലാണ്. മറ്റുള്ള സാധനങ്ങളൊന്നും നമുക്ക് എന്തായില്ല, ട്രൈ സ്ക്വയറിൻ്റെ ബ്ലേഡുമായിട്ട് ഉണ്ടാക്കുന്നില്ല, അലൂമിനിയം ഉണ്ടാക്കുന്നില്ല, കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നില്ല, സ്റ്റെയിൻലെസ് ആയിട്ട് ഹൈ കാർബൺ സ്റ്റീൽ. നമുക്ക് കൂടുതലും കേൾക്കുന്ന ഈ ടൂൾസിൻ്റെ ഭാഗത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ് ഹൈ കാർബൺ സ്റ്റീൽ. മനസ്സിലാക്കി വെക്കണം. ഈ ട്രൈ സ്ക്വയറിൻ്റെ ബ്ലേഡ് മേഡപ്പ് ഓഫ് ഹൈ കാർബൺ സ്റ്റീലാണെന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിവൈഡർ ഈസ് മേഡപ്പ് ഓഫ്. നമ്മൾ കൂടുതലും ഇത്തരം ക്വസ്റ്റ്യൻസാണ് പ്രതീക്ഷിക്കുക. ഈ ടൂൾസിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മേഡപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മേഡപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു വേർഡാണ് നമുക്കറിയാം. കാരണം നമ്മളെ എല്ലാ ടൂൾസുകളും ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ വീഡിയോ നമ്മൾ വേണമെങ്കിൽ ഇതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ടൂൾസും അത് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്, ഏതൊരു മെറ്റീരിയൽ വെച്ചിട്ടാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മേഡപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് അത്രയും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഇതിൽ ടൂൾസിൻ്റെ ഭാഗത്തു നിന്ന്. ടൂൾസിൻ്റെ ഭാഗത്ത് PSC പഠിക്കുമ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് അതാണ്. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട് മക്കളെ. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഇതൊന്ന് ഇരുത്തി പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം ഡിവൈഡർ എന്തുകൊണ്ടാണ് മേഡപ്പ് ഓഫ് ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കടാ. ഡിവൈഡർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിവൈഡറുകൾ എന്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്? അതും ഏതാണ്? ഹൈ കാർബൺ സ്റ്റീലിനെ കൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഹൈ കാർബൺ സ്റ്റീലിനെ കൊണ്ട് തന്നെയാണ് ഡിവൈഡർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനാണ് കുറച്ചും കൂടിയും മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യനാണ്. നമുക്കെല്ലാവരും സുപരിചിതമാണ്, എന്നാലും കൺഫ്യൂഷൻ ആകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ദ ടൈപ്പ് ഓഫ് ജോയിൻറ്റ് കോമൺലി യൂസ്ഡ് കാലിപ്പറിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജോയിൻറ്റുകൾ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ തിയറി ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ 2 ജോയിൻറ്റുകളാണ് പഠിച്ചിട്ടുള്ളത്, ഫേം ജോയിൻറ്റും സ്പ്രിംഗ് ജോയിൻറ്റും. അപ്പം നമുക്കെല്ലാവർക്കും അറിയും പോലെ തന്നെ കാലിപ്പറിൽ യൂസ് ചെയ്യുന്ന ജോയിൻറ്റുകൾ ഏതാടാ? ഫേം ജോയിൻറ്റും സ്പ്രിംഗ് ജോയിൻറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ C ആയിരിക്കും വരിക അല്ലേ? എയ്തർ A and B, ഫേം ജോയിൻറ്റും സ്പ്രിംഗ് ജോയിൻറ്റും നമ്മൾ കാലിപ്പറിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ, ദ ആംഗിൾ ഓഫ് ബെൻഡ് ലെഗ് ഓഫ് ആൻ ഓൾഡ് ലെഗ് കാലിപ്പർ. നമുക്ക് എല്ലാവർക്കും കൺഫ്യൂസിങ് ആകുന്ന ഒരു വേർഡാണ് ഓൾഡ് ലെഗ് കാലിപ്പർ. നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൂടുതലും ഫേമസ് ആയിട്ടുള്ളതാണ് ഓൾഡ് ലെഗ് കാലിപ്പറിന് വേറൊരു പേരുണ്ടായിരുന്നു, ജെന്നി കാലിപ്പർ എന്ന് പേര് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ കൺഫ്യൂസിങ് ഒന്നും വേണ്ട. ഓൾഡ് ലെഗ് കാലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെന്നി കാലിപ്പറാണ്. ജെന്നി കാലിപ്പറിൻ്റെ ഒരു ബെൻഡ് ലെഗ് എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയും കൂടി യൂസ് ചെയ്യുക എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, എഴുതി വെക്കുന്നുണ്ടോടാ? റെഡി അല്ലേ? അടിപൊളി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ, വിച്ച് കാലിപ്പർ ഈസ് യൂസ്ഡ് ഫോർ ക്വിക്ക് സെറ്റിങ്ങിന് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കാലിപ്പർ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പ്രിംഗ് ജോയിൻറ്റ് കാലിപ്പർ ആയിരിക്കും. സ്പ്രിംഗ് അല്ലേ? സ്പ്രിംഗ് പെട്ടെന്ന് റിലീസാവുന്ന ഒരു കൺട്രസ്റ്ററൊക്കെ നമ്മൾ കഥകളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എക്സാമ്പിൾസൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സ്പ്രിംഗ് ജോയിൻറ്റ് കാലിപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ്? കാലിപ്പറുകളിൽ ഏറ്റവും പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലേ, വിച്ച് കാലിപ്പർ യൂസ്ഡ് ഫോർ ക്വിക്ക് സെറ്റിംഗ്, പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാലിപ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റണം, ബബിൾ ചെയ്യാൻ പറ്റണം. ഏതാണ്? സ്പ്രിംഗ് ജോയിൻ്റ് ആണെന്ന് ബബിൾ ചെയ്യാൻ പറ്റണം. കിട്ടുന്നുണ്ടോടാ? റെഡി അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ?
നമുക്കെല്ലാവർക്കും അറിയാം, സിമ്പിളാണ്. ഞാൻ കൂടുതലും കുറേ ക്വസ്റ്റ്യനുകളിൽ കുറേ എക്സാം PSC ക്വസ്റ്റ്യനുകൾ, ടെക്നിക്കൽ PSC ക്വസ്റ്റ്യനുകൾ, മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകളില്ല എന്ന് പറയാം. കണ്ടിന്യൂസ്ലി റിപ്പീറ്റിംഗ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് സ്ക്രൈബർ ആർ മേഡപ്പ് ഓഫ്. സ്ക്രൈബർ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കറിയാം. സ്ക്രൈബർ എന്തിനാണ് ഉണ്ടാകുന്നത്? സ്ക്രൈബർ നമ്മൾ യൂസ് ചെയ്യുന്നത് മാർക്ക് ചെയ്യാൻ വേണ്ടിയില്ല, ഒരു മെറ്റൽ പീസിലേക്ക് മാർക്ക് ചെയ്യാൻ, ലൈൻസ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടില്ലേ, ഒരു പെന്നിനെ പോലെ മെറ്റൽ പീസുകളിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രൈബർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രൈബർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും? അതും ഹൈ കാർബൺ സ്റ്റീലിനെ കൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്രൈബർ ആർ മേഡപ്പ് ഓഫ് എന്താണ്? ഹൈ കാർബൺ സ്റ്റീലാണ്. റെഡി അല്ലേ? കിട്ടിയോടാ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൂടുതലും പഠിക്കാറില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്ക്രൈബറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകാൻ നല്ലതാണ്. കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ദ തിക്നെസ് ഓഫ് ദ സ്ക്രൈബർ അല്ലേ, ഒരു സ്ക്രൈബറിൻ്റെ തിക്നെസ് എത്രയായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നോടാ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്രൈബറിൻ്റെ തിക്നെസ്സിൻ്റെ കേസ് പറഞ്ഞപ്പോൾ. ഏതാണ് ഇവിടെ കൊടുത്തുള്ള ഓപ്ഷൻസ് ഒന്ന് നോക്കാം. 1/2 ഇഞ്ച് ടു 1/16 ഇഞ്ച്, 1 ഇഞ്ച് ടു 2 ഇഞ്ച്, അല്ലെങ്കിൽ 1/4 ഇഞ്ച് ടു 1/2 ഇഞ്ച്, ഇനി ഓഫ് എബോ ഏതെങ്കിലും ആണ് പറയുന്നില്ലേ. അപ്പോൾ നോക്കണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഏതാ? ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാ? ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം 1/2 ഇഞ്ചസ് മുതൽ 1/16 ഇഞ്ച് വരെയായിരിക്കും സ്ക്രൈബറിൻ്റെ എന്തുണ്ടാവുക? തിക്നെസ് ഉണ്ടാവുക. തിക്നെസ്സിൻ്റെ കേസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നമ്മൾ സമയം ഇങ്ങനെ കളയുന്നില്ല അല്ലേ. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ഓഫ് ദ പോയിൻ്റ് ഓഫ് സ്ക്രൈബർ. സ്ക്രൈബറിൻ്റെ പോയിൻറ്റിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? 15 ഡിഗ്രി ടു 13 ഡിഗ്രി ആണോ? ആണോടാ? അല്ല. 13 ഡിഗ്രി ടു 16 ഡിഗ്രി ആണോ? അല്ലല്ലോ. 45 ഡിഗ്രി ടു 60 ഡിഗ്രി അല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം സ്ക്രൈബറിൻ്റെ ലെങ്ത്. നമുക്കറിയാം സ്ക്രൈബർ എന്ന ചെറിയൊരു ടൂളാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത്, ആംഗിൾ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നമ്മൾ ആ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞപ്പോൾ 12 മുതൽ 15 ഡിഗ്രി വരെ അല്ലേ. 12 ഡിഗ്രി ടു 15 ഡിഗ്രി വരെ ആയിരിക്കും സ്ക്രൈബറിൻ്റെ ലെങ്ത് ആയിട്ട് നമുക്കുണ്ടാവുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതെന്തായാലും പഠിച്ചിരിക്കണമെന്ന് മനസ്സിലാക്കുക. കിട്ടുന്നുണ്ടോടാ? റെഡി അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മളിതിൻ്റെ തിയറി ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അറിയാത്തവർ വീണ്ടും എന്ത് ചെയ്യുക, തിയറി ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. കാരണം നമ്മൾ ട്രാമലിനെ കുറിച്ചൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ കിട്ടാറുണ്ട്. പക്ഷേ PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കിട്ടേണ്ടതുണ്ട്. കാരണം ട്രാമലിൻ്റെ ഭാഗത്ത് നമുക്കൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോക്കാം. ദ യൂസ് ഓഫ് ട്രാമൽ ഈസ്. ട്രാമൽ എന്ത് കാടാ യൂസ് ചെയ്യുന്നത്? ദ ഡ്രിൽ ടു ഡ്രിൽ ദ ഹോൾ ആണോടാ? Drill the hole, to make arc and draw big holes, to finishing the surface of the job, the mark length instead of the steel rule. നമുക്ക് എല്ലാവർക്കും അറിയാം ട്രാമൽ യൂസ് ചെയ്യുന്നത് എന്തിനായിരുന്നു? ഓപ്ഷൻ ബി ആണ്. ടു മേക്ക് ആർക്ക് ആൻഡ് ഡ്രോ ബിഗ് ഹോൾസ്. ബിഗ് ഹോൾസും ആർക്കും വരയ്ക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ട്രാമലിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ, ഡീപ്പായിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രാമലിൻ്റെ യൂസേജ് എന്താണ്, ട്രാമലിൻ്റെ പാർട്ടുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ട്രാമലിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ട്രാമലിൻ്റെ വാല്യൂസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ യൂസേജിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ട്രാമൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുള്ളതാണ്. ട്രാമൽ എന്തിനാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ട്രാമൽ യൂസ് ചെയ്യുന്നത് എന്തിനായിരുന്നു? അപ്പോൾ ടു മേക്ക് ആർക്ക് ആൻഡ് ഡ്രോ ബിഗ് ഹോൾസ്. വലിയ ഹോൾസുകളും അതുപോലെ തന്നെ ആർക്കും വരയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാമൽ യൂസ് ചെയ്യുന്നത്. കിട്ടുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. റെഡി? എഴുതിയെടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുടാ. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് വിച്ച് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ സ്ട്രെയിറ്റ്നെസ് ഓഫ് റൗണ്ട് ഷാഫ്റ്റ് ആൻഡ് ബെൻനെസ് ഓഫ് ദ സിലിണ്ടർ ഹെഡ്. നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഷാഫ്റ്റിൻ്റെ സ്ട്രെയിറ്റ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു? സർഫസ് പ്ലേറ്റ് അല്ലായിരുന്നു. അവിടെ വെർനിയർ കാലിപ്പർ ആയിരുന്നോ? അല്ല, ഒരിക്കലും ആവില്ല. ഫുഡ് റൂളാണോ? അല്ല, ഒരിക്കലും ആവില്ല. ട്രൈ സ്കോർ ആണോ? സ്ട്രെയിറ്റ്നെസ് നമുക്ക് മനസ്സിലാക്കാറില്ല. റൗണ്ട് ഷാഫ്റ്റിൻ്റെയും അതുപോലെ തന്നെ സിലിണ്ടർ ഹെഡ്, മൊത്തത്തിലൊരു സർക്കുലർ രീതിയിലുള്ള ഒബ്ജക്റ്റുകളാണ് ഇവിടെ ഉള്ളത് അല്ലേ. സിലിണ്ടറും റൗണ്ട് ഷാഫ്റ്റൊക്കെ വട്ടത്തിലുള്ള ഒരു അല്ലേ, അങ്ങനെ ആയിരിക്കില്ല അതിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? സർഫസ് പ്ലേറ്റ് ആയിരിക്കുമെന്ന് മനസ്സിലാക്കി വെക്കുക. കിട്ടുന്നുണ്ടോ? റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ദ നെറ്റ് യൂസ്ഡ് ഇൻ ദ ഹാൻഡ് വൈസ് ഈസ് നെയിംഡ് ആസ്. ഹാൻഡ് വൈസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടൂൾസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടിൻ്റെ പേര് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹാൻഡ് വൈസിൻ്റെ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഒരു നെറ്റ് ഉണ്ട്. ഈ നെറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പേരെന്തായിരുന്നു? വിങ് നെറ്റായിരുന്നു. കിട്ടിയോ? റെഡി? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും പോയാലോ. റെഡി? അടുത്ത ചോദ്യം.
ആസ് പെർ ISI ലെങ്ത് ഓഫ് സ്റ്റാൻഡേർഡ് വി ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വി ബ്ലോക്കിലെ ISI ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് സ്റ്റാൻഡേർഡ് ലെങ്ത് എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 75 mm മുതൽ 200 mm വരെയായിരിക്കും ISI ലെങ്ത് ഓഫ് സ്റ്റാൻഡേർഡ് വി ബ്ലോക്ക്. ISI ലെങ്ത് എത്രയായിരിക്കും? വി ബ്ലോക്കിൻ്റെ ISI ലെങ്ത് ഓഫ് സ്റ്റാൻഡേർഡ് വി ബ്ലോക്ക് ഏതായിരിക്കും? 75 mm മുതൽ, ഓപ്ഷൻ ബി 75 mm മുതൽ 200 mm വരെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 15ാമത്തെ ക്വസ്റ്റ്യനാണ്. ദ ആംഗിൾ ഓഫ് സ്ലോട്ട് ഓഫ് എ വി ബ്ലോക്കിൻ്റെ ആംഗിൾ ഓഫ് സ്ലോട്ട് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്, കിട്ടുന്നുണ്ടോ? ആംഗിൾ ഓഫ് സ്ലോട്ട് ഓഫ് എ വി ബ്ലോക്കിൻ്റെ ആംഗിൾ ഓഫ് സ്ലോട്ട് എത്രയായിരിക്കും എന്നാണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. എന്തായിരിക്കും? 90 ഡിഗ്രി അല്ലായിരുന്നോ? നമ്മൾ പഠിച്ചപ്പോൾ 90 ഡിഗ്രി അല്ലായിരുന്നോ പറഞ്ഞിട്ടുള്ളത്? യെസ്, 90 ഡിഗ്രി ആയിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ മാർക്കിംഗ് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കറിയാം നമ്മുടെ ഈ മാർക്കിംഗ് ടേബിൾ എന്താണ്? മാർക്കിംഗ് ടേബിളിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കിംഗ് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതാണ്? കാസ്റ്റ് അയൺ ആയിരുന്നോ? ഗ്രാനൈറ്റ് ആയിരുന്നോ? പിഗ് അയൺ ആയിരുന്നോ? ആലോചിക്കുക. നമുക്കറിയാം കാസ്റ്റ് അയണിനെ കൊണ്ടും ഗ്രാനൈറ്റിനെ കുറിച്ചും നമ്മൾ ഉണ്ടാക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ബോത്ത് A and B ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മക്കളെ, ഈ ഒരു 16 ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കിംഗ് മീഡിയൻ്റെ ഭാഗമായിട്ട് വരുന്ന 16 ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത പാർട്ട് B ആയിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്കൊക്കെ പോകാം. വലിയ ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ നമ്മുടെ നോട്ടിൽ തന്നെ നമ്മുടെ തിയറി പാർട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഒന്നും കൂടി ഡീപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യടാ, ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ തിയറി പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇതൊക്കെ പഠിച്ചു പോകണം കേട്ടോ. എക്സാമിനൊക്കെ ഇതൊക്കെ പഠിച്ചു പോകണം. കാരണം നമ്മൾ സില്ലി ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ തെറ്റിക്കാറുണ്ട് സാധാരണ. അപ്പോൾ മക്കളെ അടിപൊളിയായിട്ട് പഠിക്കുക. ടെക്നിക്കൽ PSC ഇനി വരുന്ന അടുത്ത വർഷങ്ങളിൽ ഈ വർഷങ്ങളിലൊക്കെ ചോദിക്കുന്ന എക്സാമുകളിൽ, ഇനിയിപ്പോൾ വെൽഡിങ്ങിൻ്റെ എക്സാം വരാനുണ്ട് 2 മാസം കൂടി കഴിഞ്ഞാൽ. ആ വെൽഡിങ്ങിൻ്റെ എക്സാമിലൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ മാക്സിമം എന്താ അടിപൊളിയായിട്ട് ടെക്നിക്കൽ PSC പഠിക്കുക, കൂടെ നിൽക്കുക, അടിപൊളിയാക്കുക. ഗ്രാവിറ്റി ലേണിംഗിൻ്റെ എല്ലാവർക്കും ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആശംസകളുണ്ട്. എന്തായാലും നമ്മളുടെ അടുത്ത വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടെക്നിക്കൽ PSCയിൽ ചേരുന്ന, അപ്പോൾ ടെക്നിക്കൽ PSC കിട്ടുന്ന ഒരു ലെവലിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ക്വസ്റ്റ്യനെ കൂടി ആക്കി കഴിഞ്ഞാൽ ടൂൾസിൻ്റെ ഭാഗത്തു നിന്നുള്ള രീതി കഴിഞ്ഞു. ഇനി ഓരോ ടോപ്പിക് വൈസ് നമുക്ക് ഓട്ടോമൊബൈൽ വൈസും മെക്കാനിക്കൽ വൈസൊക്കെ ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യും. ഓക്കെ, എല്ലാം ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നോക്കാം. ഇനി അടുത്ത വീഡിയോ പാർട്ട് B വീഡിയോ ഇതേ യൂട്യൂബ് ചാനൽ ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തപോലെ എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണം എന്ത് ചെയ്യുക, എനേബിൾ ചെയ്തിടുക. ഓക്കെ അല്ലടാ? ശരി.